എറണാകുളം എളമക്കരയിൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം. 5-6 വയസ്സുള്ള പെൺകുട്ടികളെയാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. ട്യൂഷന് പോകുമ്പോൾ കാറിലെത്തിയ സംഘം കയ്യിൽ പിടിച്ച് വലിച്ചെന്ന് പരാതി. കാറിൽ ഒരു സ്ത്രീയും 2 പുരുഷന്മാരും ഉണ്ടായിരുന്നുവെന്ന് കുട്ടികൾ പറഞ്ഞു. അമൽനാഥ് ചേരുകയാണ്. അമല്, എപ്പോഴായിരുന്നു സംഭവം? വിവരങ്ങൾ. ഷമേ, ഇന്നലെ വൈകുന്നേരം 4:45 കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. എറണാകുളം എളമക്കരയിലെ വീട്ടിൽ നിന്നും ട്യൂഷന് പോകാൻ വേണ്ടി ഈ കുട്ടികൾ ഇറങ്ങിയതായിരുന്നു. ഏകദേശം ഒരു 3 വീട് അപ്പുറമുള്ള മറ്റൊരു വീട്ടിലാണ് ഈ ട്യൂഷൻ നടക്കുന്നത്. ആ സമയത്താണ് ഒരു കാറ് ഈ 5ഉം 6ഉം വയസ്സുമുള്ള 2 പെൺകുട്ടികളുടെ അടുത്തേക്ക് വന്ന് നിൽക്കുന്നത്. അതിൽ നിന്നും ഒരാൾ ഒരു മിഠായി ഇവർക്ക് നേരെ നീട്ടുന്നു. എന്നാൽ ഈ കുട്ടികൾ ഈ മിഠായി വാങ്ങുന്നില്ല. ഈ ഒരു സമയം ആ 2 കുട്ടികളിൽ ഇളയ കുട്ടിയുടെ കയ്യിൽ പിടിച്ച് ഈ വാഹനത്തിലേക്ക്, ഈ കാറിനകത്തേക്ക് കയറ്റുവാനുള്ള ശ്രമമാണ് നടത്തിയത്. ഉടൻ തന്നെ ആ 2 കുട്ടികളും നിലവിളിക്കുകയും ഒപ്പം തന്നെ അവിടെ നിന്ന് കുതറി മാറി ഈ ട്യൂഷൻ നടക്കുന്ന വീട്ടിലേക്ക് ഓടിക്കയറുകയുമായിരുന്നു. ഈ ഒരു സമയം ആ കാറ് അവിടെ നിന്നും അവിടെ ഉള്ളവർ രക്ഷപ്പെട്ടു പോവുകയായിരുന്നു. ശേഷം ഈ ട്യൂഷൻ ടീച്ചറോട് ഈ കാര്യങ്ങളൊക്കെ തന്നെയും വ്യക്തമാക്കുന്നു. ട്യൂഷൻ ടീച്ചർ ഈ കുട്ടികളുടെ രക്ഷിതാക്കളെ വിളിച്ച് ഈ കാര്യങ്ങൾ പറയുന്നു. അവർ പിന്നീട് എളമക്കര പോലീസിൽ പരാതി നൽകുകയുമാണ് ചെയ്തത്. നിലവിൽ എളമക്കര പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുകയാണ്. CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചുകൊണ്ടാണ് നിലവിൽ അന്വേഷണം നടക്കുന്നത്. അതേസമയം തന്നെ CCTVയിൽ ഈ കാറിന്റെ ദൃശ്യങ്ങൾ പതിയുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം ഇന്നലെ ഉച്ചയ്ക്ക് ഒരു 12 മണിയോടുകൂടി തന്നെ ഈ ഒരു പ്രദേശത്ത് ഈ കാർ വന്നിട്ടുണ്ട് എന്ന കാര്യങ്ങൾ CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. ഒപ്പം തന്നെ അവിടെയുള്ള ചില സമീപവാസികളും ഇത്തരത്തിൽ കാറിനെ ആ ഒരു ഉച്ച സമയത്ത് അവിടെ കണ്ടതായി പറയുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം മുന്നേ തന്നെ ഏകദേശം ഒരു 2 ദിവസം മുന്നേ തന്നെ ഈ കുട്ടികളെ ഇത്തരത്തിൽ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടി ഇവർ ഉദ്ദേശിച്ചിരുന്നു. അത്തരത്തിൽ പ്ലാനിങ്ങുകളൊക്കെ നടന്നിട്ടുണ്ട് എന്ന ഒരു നിഗമനത്തിലാണ് നിലവിൽ പോലീസ് ഉള്ളത്. എന്തുതന്നെയായാലും CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എളമക്കര പോലീസ് സംഭവത്തിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഷമി, അമലി, കൊല്ലത്തൊരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവമായ ഒരു സാമ്യം ഈ ഒരു സംഭവത്തിന് തോന്നുന്നുണ്ട്. ചെറിയ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവം കൊല്ലത്ത്. ഷമി, ഈ ഒരു സംഭവത്തിൽ കൃത്യമായൊരു പ്ലാനിങ് നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് വ്യക്തമാണ്. കാരണം ഇത്തരത്തിൽ പോലീസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി പരിശോധനകൾ നടത്തുന്ന സാഹചര്യത്തിൽ, അതായത് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ പരിശോധനകൾ നടത്തിയത്. അതിൽ ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ ഏകദേശം ഒരു ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി തന്നെ ഈ കാർ ഈ ഒരു വീടിൻ്റെ സമീപ പ്രദേശങ്ങളിൽ ഉള്ളതായി ഈ CCTV ദൃശ്യങ്ങളിൽ വിവരം ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നാട്ടുകാരിൽ ചിലർ ഈ കാർ അവിടെ ഉള്ളതായി മുന്നേ കണ്ടിട്ടുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ഈ 2 കുട്ടികളെയും ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി മുന്നേ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ വാഹനത്തിൽ ഒരു സ്ത്രീയും 2 പുരുഷന്മാരുമാണ് ഉണ്ടായത് എന്ന് കുട്ടികൾ മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഏകദേശം ഒരു 2 ദിവസമായി ഈ കുട്ടികൾ വീട്ടിലേക്ക് എത്തുന്നതും ഒപ്പം തന്നെ വീട്ടിൽ നിന്നും ട്യൂഷന് ഇറങ്ങുന്ന ആ സമയമൊക്കെ കൃത്യമായി ഇവർ നിരീക്ഷിച്ചിട്ടുണ്ട് എന്ന ഒരു നിഗമനമാണ് നിലവിൽ പോലീസിലുള്ളത്. ഇതിൽ നിന്നുമൊക്കെ വ്യക്തമാകുന്നത് മുന്നേ തന്നെ ഏകദേശം ഒരു 2-3 ദിവസമായി തന്നെ ഈ കുട്ടികളെ ഈ കിഡ്നാപ്പ് ചെയ്യുന്ന ഈ ഒരു സംഘം ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് എന്നത് വളരെ വ്യക്തമാവുകയാണ്. നിലവിൽ എന്തായാലും ഇത് കേന്ദ്രീകരിച്ചുകൊണ്ട് നിലവിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ അവിടെയുള്ള നാട്ടുകാരിൽ നിന്നും പോലീസ് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെയും, അതായത് ഒന്നിൽ കൂടുതൽ CCTV ദൃശ്യങ്ങൾ കൃത്യമായി പരിശോധിക്കുന്നു. ഈ എളമക്കര ടൗൺ പ്രദേശങ്ങളിലെയും ഒപ്പം തന്നെ മറ്റു പ്രദേശങ്ങളിലും ഒക്കെ തന്നെ CCTV ദൃശ്യങ്ങൾ എടുത്താണ് പരിശോധനകൾ നടക്കുന്നത്. ഇതിൽ നിന്നും നിലവിൽ ഇപ്പോൾ വ്യക്തമാകുന്നത് മുന്നേ തന്നെ പ്ലാൻ ചെയ്തു പ്രകാരമുള്ള ഒരു തട്ടിക്കൊണ്ടുപോകൽ ശ്രമമാണ് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. 3 പേരാണ് ഈ വാഹനത്തിൽ ഉള്ളത് എന്നും കുട്ടികൾ വ്യക്തമായ രീതിയിൽ മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഒരു സ്ത്രീയും ഒപ്പം തന്നെ 2 പുരുഷന്മാരും ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നും കുട്ടികൾ പറയുന്നു. നിലവിൽ ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഷമി, തീർച്ചയായും അമൽ, നമ്മുടെ പോലീസ് വളരെ പെട്ടെന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കണ്ടെത്തും എന്ന് വിചാരിക്കാം. അമൽനാഥാണ് വിശദാംശങ്ങൾ നൽകിയത്.